Hello, a very warm welcome. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BCA BSc ഇലക്ട്രോണിക്സ് കുട്ടികളുടെ ഗദ്യ തരംഗ് എന്ന ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹസാരി പ്രസാദ് ദ്വിവേദി എന്ന ഒരു വലിയ എഴുത്തുകാരൻ്റെ ഭീഷ്മകോ ക്ഷമാ നഹി കിയാ ഗയ എന്ന ചാപ്റ്ററാണ്. എസ്സേ അല്പം ബോറിംഗ് ആണ്, പക്ഷേ നമ്മളതിനെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചാപ്റ്റർ അല്പം ക്ലിഷ്ടമാണെന്നറിയാം. ഈവൻ ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്കും അത് അത്ര ഇഷ്ടമുള്ളൊരു ചാപ്റ്ററല്ല. ഹസാരി പ്രസാദ് ദ്വിവേദി വളരെ വലിയൊരു എഴുത്തുകാരനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പല എസ്സേസും ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളതിനെ വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാം. ഓക്കെ, ആദ്യം ചെറിയ ക്വസ്റ്റ്യൻസിൽ നിന്ന് തുടങ്ങാം. ഭീഷ്മ കോ ക്ഷമാ നഹി കിയാ ഗയ കെ രചനാകാർ കോൻ ഹെ. ഇതൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനായിട്ട് 3 മാർക്സ് ക്വസ്റ്റ്യനിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഓതേഴ്സിൻ്റെ പേര് അറിഞ്ഞിരിക്കണം നിങ്ങൾ. അപ്പോൾ ഇത് ഭീഷ്മ കോ ക്ഷമാ നഹി കിയാ ഗയ കെ രചനാകാർ ഹെ ഹസാരി പ്രസാദ് ദ്വിവേദി. ഓക്കെ, ഹസാരി പ്രസാദ് ദ്വിവേദി ജിക്ക് കിन्हीं 2 രചനാओं के नाम लिखिए. ഏതെങ്കിലും 2 രചനകളുടെ പേര്, ഓരോ ഓതേഴ്സിൻ്റെയും 2 രചനകളുടെ പേരെങ്കിലും പഠിച്ചു വെക്കണം. അശോക് കെ ഫൂൽ ഓർ കുട്ടച്ച്. ഹസാരി പ്രസാദ് ജി കെ 2 നിബന്ധ സംഗ്രഹ ഹെ. എസ്സേ കളക്ഷൻസ് ആണ് അദ്ദേഹത്തിൻ്റെ. അശോക് കെ ഫൂൽ, കുട്ടച്ച്. ഓക്കെ, ദേവദത്ത് കേസെ ഭീഷ്മ ബന. അത് നല്ലൊരു ചോദ്യമാണ്. ദേവദത്ത് എങ്ങനെയാണ് ഭീഷ്മ എന്ന് അറിയപ്പെട്ടത്? ഭീഷ്മൻ്റെ യഥാർത്ഥ പേര് യഥാർത്ഥത്തിൽ ദേവദത്തായിരുന്നു. പിന്നെ അദ്ദേഹം എങ്ങനെ ഭീഷ്മ എന്ന് അറിയപ്പെട്ടു? ഭീഷ്മനെ ബച്പൻ മേ पिता की गलत आकांक्षाओं की तृप्ति के लिए भीषण प्रतिज्ञा की थी कि वे आजीवन विवाह नहीं करेंगे. തൻ്റെ അച്ഛൻ്റെ തെറ്റായ ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് കഥ അറിയാവുന്നതാണ്. നിങ്ങൾ വീഡിയോസ് കണ്ടു കാണും. അത് ഞാൻ പറയാൻ മറന്നുപോയി. വീഡിയോസ് ഇതിൻ്റെ ക്ലാസ്സസ് അപ്ലോഡഡ് ആണ്. ആദ്യം അത് കാണുക, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് വരിക. അപ്പോൾ തെറ്റായ ആഗ്രഹം തന്നെ അച്ഛന് വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമായിരുന്നു. അവർ വെച്ച കണ്ടീഷനാണ്, ഈ രാജാവാണ്, അപ്പോൾ ഇയാളുടെ മകൻ ഭീഷ്മ ഉണ്ട്. അപ്പോൾ ഭീഷ്മൻ്റെ സന്തതികൾ പിന്നീട് ഈ വംശം, കുരുവംശം അവകാശപ്പെടും. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ദുഃഖിച്ചിരിക്കുന്ന കണ്ടപ്പം ഭീഷ്മ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് സ്വയം ആജീവനാന്തം വിവാഹം കഴിക്കില്ല എന്ന ഒരു ഭീഷൺ പ്രതിജ്ഞ എടുത്തത്. ഇസ് പ്രകാർ ഉൻകെ പുത്ര ഹോങ്കെ ഹി നഹി. വിവാഹം കഴിക്കില്ല, അങ്ങനെ അദ്ദേഹത്തിന് സന്തതി പരമ്പരകൾ ഉണ്ടാകുകയില്ല. ഓർ ഭവിഷ്യമേ കുരുവംശ കെ സിംഹാസൻ കാ ദാവ കരേഗി. ഭാവിയിൽ കുരുവംശത്തിൻ്റെ സിംഹാസനം ആഗ്രഹിച്ച് എൻ്റെ മക്കൾ വരികയില്ല, കാരണം ഞാൻ ആജീവനാന്തം വിവാഹം കഴിക്കുകയില്ല. അപ്പം അങ്ങനെ ഒരു യുവാവായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്, ഇങ്ങനൊരു ഭീഷൺ പ്രതിജ്ഞ എടുത്തത് കാരണമാണ് ദേവദത്ത് എന്ന പേരുള്ള അദ്ദേഹം പിന്നീട് ഭീഷ്മ എന്ന് അറിയപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹസാരി പ്രസാദ് ദ്വിവേദി ജി കെ മിത്ര കി ഉൻസെ ക്യാ ശിക്കായത് ഥി. ഇനി ഹസാരി പ്രസാദ് ദ്വിവേദി ജിയുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ പറ്റി ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു, ഒരു ശിക്കായത്ത് പറഞ്ഞു. അതെന്തായിരുന്നു? ലേഖക് കെ മിത്ര കി ശിക്കായത് ഥി कि देश की दुर्दशा देख कर भी एक लेखक होने के नाते वे चुप क्यों हैं. ആ സുഹൃത്തിൻ്റെ കംപ്ലയിൻ്റ് എന്തായിരുന്നു? നമ്മുടെ രാജ്യത്ത് ഇത്രയും കൊള്ളരുതായ്മ നടക്കുന്നത്. ഇത് 1940s ഒക്കെ ആ ഉള്ളൊരു സമയത്തുള്ളൊരു കാര്യമാണ് കേട്ടോ, ഇൻഡിപെൻഡൻസിന് മുമ്പുള്ളത്. അപ്പോൾ ഇത്രയും കൊള്ളരുതായ്മ നാട്ടിൽ നടക്കുന്നു. പക്ഷേ ഈ ലേഖക് ഹോനേക്ക് നാഥേ, ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ചില കടമകളില്ലേ? ആപ് ക്യോ ചുപ് ഹേ. താങ്കൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പ്രതികരണശേഷി എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി? ജോ ലോഗ് ദേശ് കി ദുർദശ കെ ജിമ്മേദാർ ഹേ ഉൻകെ ഖിലാഫ് വേ ലിഖ് ക്യോ നഹി രഹേ ഹേ. നമ്മുടെ രാജ്യത്തിനെ ഇങ്ങനെ അധപതനത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ എതിരെ എന്തുകൊണ്ട് ഒരു എഴുത്തുകാരനായ താങ്കൾ എഴുതുന്നില്ല? എഴുത്തുകാർക്ക് അല്പം റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് ഇല്ലേ? നമ്മളെപ്പോലെയല്ല, അവർക്ക് വാക്കുകൾ വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ അറിയാം. അങ്ങനെ അവരെഴുതുമ്പം ആരും അവരെ കുറ്റപ്പെടുത്തിയില്ല, കാരണം അവരൊരു പാർട്ടിക്ക് വേണ്ടിയോ ഒരു പ്രത്യേക ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അല്ല എഴുതുന്നത്, അവർ നിഷ്പക്ഷമായിട്ടാണ് എഴുതുന്നത്. അന്യായക്ക് ഖിലാഫ് ചുപ് രഹന ഭി അപരാധ് ഹെ. അന്യായം കണ്ടില്ലാന്ന് നടിക്കുന്നതും കുറ്റമാണ്. ഇതാണ് ഹസാരി പ്രസാദ് ദ്വിവേദി ജിയോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യം, ഒരു പരാതിയാണ്.
താങ്കളൊരു വലിയ എഴുത്തുകാരനാണ്, എന്നിട്ട് താങ്കൾ എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭീഷ്മ കോ ജ്ഞാനി എവം വിദ്വാൻ ക്യോ മാനാ ജാതാ ഥാ? ഈ ഭീഷ്മനെ ഇത്രയും ജ്ഞാനി, ഇത്രയും അറിവുള്ളവൻ, ഇത്ര വിദ്വാൻ അങ്ങനെ എന്തുകൊണ്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? ഭീഷ്മ കാ ഇതിഹാസ് ബോധ് അഗാധ് ഥാ. ഭീഷ്മന് ഹിസ്റ്ററിയെ പറ്റിയുള്ള അറിവ്, ഇതിഹാസ് ബോധം, അഗാധമായ ബോധമായിരുന്നു. ഇതിഹാസിനെ പറ്റിയുള്ള, ഹിസ്റ്ററിയെ പറ്റിയുള്ള, തൻ്റെ പാസ്റ്റിനെ പറ്റിയുള്ള എന്ത് കാര്യം ചോദിച്ചാലും ഭീഷ്മ പഴയ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി അതിൻ്റെ പ്രൂഫ് സഹിതം അദ്ദേഹത്തിന് വളരെ ഓർമ്മയും അധികമായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. വേ ഇതിഹാസ് കെ സഹാരെ വർത്തമാൻ കി സമസ്യാओं के സഹി സ്വരൂപ് കോ സംജാനെ മേ സമർത്ഥ थे. പാസ്റ്റിലെ കാര്യം, ഈ ഹിസ്റ്ററിയിലെ കാര്യം കോട്ട് ചെയ്ത് എണ്ണമിട്ട് ഇപ്പോഴത്തെ സമസ്യകൾ, വർത്തമാൻ സമസ്യ, പുതിയ യുഗത്തിലെ സമസ്യകൾ സോൾവ് ചെയ്യാൻ വളരെ വിദ്വാനായിരുന്നു ഭീഷ്മ. അത്തഹ ഉൻഹെ ജ്ഞാനി എവം വിദ്വാൻ മാനാ ജാതാ ഥാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വളരെ അറിവുള്ള വ്യക്തിയും വിദ്വാനായിട്ടും കണക്കാക്കപ്പെട്ടിരുന്നു. കാരണം ഏതൊരു സംശയം ചോദിച്ചാലും അക്കമിട്ട് പണ്ടിങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു, അതുകൊണ്ട് ഇതിങ്ങനെയാണ് എന്ന് പറയാനുള്ള, സമർത്ഥിക്കാനുള്ള കഴിവ്, സാമർഥ്യം ഭീഷ്മന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭീഷ്മക്കോ ജ്ഞാനി എവം വിദ്വാൻ മാനാ ജാതാ ഹൈ. हजारी प्रसाद द्विवेदी जी शांति निकेतन में किसके साथ प्रातः भ्रमण के लिए निकले थे? ശാന്തി നികേതനിൽ കുറേ നാൾ ഹസാരി പ്രസാദ് ദ്വിവേദി 1935-36 കാലഘട്ടം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശാന്തി നികേതനിൽ നമുക്കറിയാം, രവീന്ദ്രനാഥ് ടാഗോർജീൻ്റെ ശാന്തി നികേതനിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അധ്യാപകനായിട്ട്. അപ്പോൾ അവിടെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയപ്പം ആരുടെ കൂടാണ് വാക്കിന് ഇറങ്ങിയത്? അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷിതി മോഹൻ സെയിൻ്റെ കൂടെയാണ് ഹസാരി പ്രസാദ് ദ്വിവേദി ജി പ്രാതः ഭ്രമൺ കെ ലിയെ നിക്ലെ. ഗുരുദേവിനെ ലേഖക് സെ ക്യാ സവാൽ ക്യാ? ഗുരുദേവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, നമ്മൾ ഗുരുദേവ് എന്ന് വിളിക്കുന്നത്, ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിനാണ്. അപ്പോൾ ഗുരുദേവിനെ ലേഖക് സെ ക്യാ സവാൽ ക്യാ? ഗുരുദേവ് എന്ത് ചോദ്യമാണ് എഴുത്തുകാരനോട് ചോദിച്ചത്? ഗുരുദേവിനെ പൂछा कि ऐसा क्यों है कि श्री कृष्ण को हम अवतार मान लेते हैं लेकिन भीष्म को नहीं? എന്തുകൊണ്ട് ശ്രീകൃഷ്ണനെ നമ്മൾ അവതാര പുരുഷനായിട്ട് അംഗീകരിക്കുന്നു, ഭീഷ്മനെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭീഷ്മക്കോ കോൺസാ വരദാൻ പ്രാപ്ത ഥ? ഭീഷ്മന് എന്ത് വരദാനമാണ് കിട്ടിയിരുന്നത്? എന്താണ്? ഇച്ഛാ മൃത്യു കാ വരദാൻ പ്രാപ്ത ഥ. നോക്കി, ഇത്രയും വലിയ വരദാനമായിരുന്നു. തനിക്ക് ഇഷ്ടമുള്ളപ്പം മരണത്തിനെ വരിക്കാം, അതാണ് ഇച്ഛാമൃത്യു. വെറുതെ തോന്നുന്ന സമയത്ത് വേറൊരാൾ തോന്നുന്ന പോലെ മൃത്യുവിന് പോലും ഭീഷ്മനെ കീഴടക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശരശയ്യയിൽ കിടന്ന് അത്രയും വേദനിച്ചിട്ടും ഭീഷ്മൻ യുധിഷ്ഠിരൻ്റെ എല്ലാവരുടെയും ശങ്കകൾ മാറ്റിയിട്ടാണ് ജീവൻ വെടിഞ്ഞത്. അല്ലാതെ വേണമെങ്കിൽ ഇച്ഛാമൃത്യു ഉള്ള വ്യക്തിക്ക് അത്രയും വേദനിക്കുന്ന ആ ശരശയ്യയിൽ കിടക്കുമ്പോൾ അപ്പം തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കാമായിരുന്നു. പക്ഷേ ഭീഷ്മന് അങ്ങനെ ഒരു വരദാനം ഉണ്ടായിരുന്നു, തനിക്കിഷ്ടമുള്ള സമയത്ത് മരിക്കാമെന്ന്. അത് വലിയൊരു കാര്യമാണ്. ഭീഷ്മ के गुरु कौन थे? भीष्म के गुरु परशुराम थे. परशुराम को 10 अवतारों में गिन लिया जाता है. क्यों? നമ്മൾ ദശാവതാരം, 10 അവതാരങ്ങൾ നമ്മൾ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നെങ്കിൽ അത് പരശുരാമന് വളരെ കോപിയായിരുന്നു, ക്ഷിപ്രകോപിയായിരുന്നു. എന്നിട്ട് കൂടി പരശുരാമനെ നമ്മൾ അവതാര പുരുഷനായിട്ട് കണക്കാക്കുന്നു. എന്തുകൊണ്ട്? परशुराम ज्ञान विज्ञान के क्षेत्र में ഭീഷ്മ ജैसे സക്ഷം नहीं थे. അറിവിൻ്റെ കാര്യത്തിൽ ഭീഷ്മനേക്കാളും കേമനല്ലായിരുന്നു പരശുരാമൻ. पर सीधी बात को सीधे समझने में वे ഭീഷ്മ से आगे थे. പക്ഷെ ഒരു കാര്യം നേരിട്ട് മനസ്സിലാക്കാൻ, കാര്യം പോലെ മനസ്സിലാക്കാനുള്ള കഴിവ് ഭീഷ്മനേക്കാളും ഉണ്ടായിരുന്നു പരശുരാമന്. പരശുരാം ഭി ബാലബ്രഹ്മചാരി थे. ഭീഷ്മൻ ബ്രഹ്മചാരിയായിരുന്നു, അതേപോലെ പരശുരാമും ബാലബ്രഹ്മചാരിയായിരുന്നു. लेकिन जब भीष्म अपनी प्रतिज्ञा परिस्थितियों के अनुसार तोड़ने को तैयार नहीं होते तब वे उनको समझाते बुझाते हैं. അദ്ദേഹവും ബാലബ്രഹ്മചാരിയായിരുന്നു. ബ്രഹ്മചര്യം എന്തുവാണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും പരശുരാമനും ഭീഷ്മനെ പോലെ തന്നെ അറിവുണ്ടായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ പരശുരാമൻ അറിയാമായിരുന്നു. അപ്പോൾ പരശുരാം നോക്കിയപ്പം ഭീഷ്മ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ആപത്തിലാവുന്നത്. ഒരു പെൺകുട്ടി അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്, എങ്ങും അല്ലാതായിരിക്കുകയാണ് ഒരു രാജകുമാരി. അപ്പം അങ്ങനെ വേ ഉनको समझाते हैं. നോക്കൂ, നീ നിൻ്റെ പ്രതിജ്ഞയൊക്കെ കൊള്ളാം, നിൻ്റെ ഭീഷണായ ഈ പ്രതിജ്ഞയൊക്കെ കൊള്ളാം, പക്ഷേ നീ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറണം. ലേക്കിൻ ഇസ് പർ ഭി ജബ് ഭീഷ്മ नहीं
लेकिन इस पर भी जब भीष्म नहीं मानते तो वे क्रुद्ध होकर उनसे लड़ पड़ते हैं. പക്ഷേ ഇത്രയൊക്കെ ഒരു ഗുരു പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഭീഷ്മൻ. तो वे लड़ पड़ते हैं. പരശുരാമന് നല്ല ദേഷ്യം വന്ന് ഭീഷ്മനുമായിട്ട് നല്ല എതിർത്തു. എന്ന് വെച്ചാൽ അന്യായം കണ്ടപ്പം വാ തുറന്നു പരശുരാമൻ. അതാണ് പരശുരാമനെ അവതാര പുരുഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പരശുരാം लेकिन इस पर भी जब भीष्म नहीं मानते तो वे क्रुद्ध होकर उनसे लड़ पड़ते हैं. പരശുരാം ഗളത് കോ ഗളത് कहने से नहीं हिचकते थे. ഹിച്ചക്കന എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഹിച്ചക്കന എന്ന് വെച്ചാൽ മടി കാണിക്കുക. നഹി ഹിച്ചക്തി എന്ന് വെച്ചാൽ മടി കാണിക്കത്തില്ലായിരുന്നു. തെറ്റ് കണ്ട അപ്പം പറഞ്ഞ് ദേഷ്യപ്പെടും പരശുരാം. അന്യായ കോ ദേഖ് കർ ചുപ് നഹി രഹത്തെ थे. അന്യായം കണ്ടാൽ മിണ്ടാതിരിക്കുന്ന സ്വഭാവമല്ലായിരുന്നു പരശുരാമിന്. അത്തഹ ഉൻഹെ അവതാരോ മേ ഗിൻ ലിയാ ജാത്താ ഹെ. അതുകൊണ്ട് തന്നെ പരശുരാമനെ അവതാര പുരുഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേഖക് की दृष्टि में ഭീഷ്മ को क्षमा नहीं किए जाने का क्या कारण है. ഇനി ഇത്രയും ആൾക്കാരൊക്കെ പറഞ്ഞല്ലോ, ഇതെല്ലാം ഡൗട്ടുകൾ. ഇപ്പോൾ ഇത്രയും പേര്, ഒരു സുഹൃത്ത് പറഞ്ഞു, ഇപ്പോൾ ഇത്രയും പേര്, ഇപ്പോൾ ഒരു സുഹൃത്ത് നമ്മുടെ എഴുത്തുകാരനോട് ചോദിച്ചു, ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നീ എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു. പിന്നെ ഗുരുദേവ് ചോദിച്ചു, ഭീഷ്മനെ എന്തുകൊണ്ട് അവതാര പുരുഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ആയപ്പം നമ്മുടെ എഴുത്തുകാരൻ, നമ്മുടെ ഹസാരി പ്രസാദ് ദ്വിവേദി ഒരു കൺക്ലൂഷനിലെത്തി. लेखक गुरुदेव द्वारा पूछे गए प्रश्न पर गहन रूप से चिंतन मनन करते हैं और वे इस नतीजे में पहुंचते हैं कि भीष्म में कर्तव्य अकर्तव्य के निर्णय में कहीं कोई कमजोरी थी. അപ്പോൾ റൈറ്റർ ഈ ഒരു കൺക്ലൂഷനിലെത്തുകയാണ്. എന്താണ് ഭീഷ്മമേ കർത്തവ്യ അകർത്തവ്യ, എന്തുവാണ് റെസ്പോൺസിബിലിറ്റി, എന്തുവാണ് ഡ്യൂട്ടി, അതിനെപ്പറ്റിയുള്ള ഒരു വേർതിരിവ് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. വേ ഉചിത് അവസർ പർ ഉചിത് നിർണയ നഹി ലേ പാത്തെ ഥേ. തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. അത്തഹ ജ്ഞാനി എവം വിദ്വാൻ ഹോനെ പർ ഭി ഉൻഹെ ക്ഷമ നഹി കിയാ ഗയ. അതുകൊണ്ട് തന്നെ വലിയ അറിവുള്ള വ്യക്തിയായിട്ട് കൂടി അദ്ദേഹത്തിനെ ക്ഷമിച്ചില്ല. ഓക്കെ. भीष्म को क्षमा नहीं किया गया के द्वारा लेखक कौन सा संदेश देते हैं. ഇത് വളരെ ഒരു ആപ്റ്റ് ചോദ്യമാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഈ ചാപ്റ്ററിലെ. ഈ ഒരു ഭീഷ്മക്കോ ക്ഷമ നഹി കിയാ ഗയ എന്നൊരു ടോപ്പിക്ക്, ഭീഷ്മ എന്ന് വെച്ചാൽ പുരാണ കാലത്തൊരു കഥാപാത്രമാണ്. അതിവിടെ ഇട്ട് എറിയേണ്ട കാര്യം എന്താണ്, ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രസക്തി എന്താണ്, എഴുത്തുകാരൻ എന്താണ് നമ്മളെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. लेखक का मानना है कि जिस प्रकार कौरवों की सभा में द्रौपदी का घोर अपमान देखकर भी भीष्म चुप रहे, उसी तरह वर्तमान में देश की दुर्दशा को देखकर अगर साहित्यकार चुप रहते हैं तो वह भी अपराध ही माना जाएगा. കൗരവ സഭയിൽ എല്ലാ ഗുരുശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ അവരുടെ തന്നെ കുലവധുവായ ദ്രൗപദി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടപ്പോൾ ഈ ആചാര്യന്മാരെല്ലാം മിണ്ടാതിരുന്നു. ദ്രോണാചാര്യം മിണ്ടാതിരുന്നു, ഭീഷ്മാചാര്യൻ. ഈ ദ്രോണാചാര്യം ഭീഷ്മാചാര്യം ഈ കൗരവരെയും പാണ്ഡവരെയും ബാല്യകാലം മുതലേ പഠിപ്പിച്ചതാണ്, അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിപ്പിച്ചവരാണ്. അപ്പോൾ അവർ മിണ്ടാതിരുന്നു. അങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു അപരാധമാണെങ്കിൽ വർത്തമാൻ മേ ദേശ് കി ദുർദശാ കോ ദേഖ് കർ അഗർ സാഹിത്യകാർ ചുപ് രഹത്തെ ഹൈ तो वह भी अपराध ही माना जाएगा. ഇപ്പം രാജ്യത്ത് നടക്കുന്ന കൊള്ളരുതായ്മ കണ്ടിട്ട് എഴുത്തുകാർ അത് തുറന്ന് നല്ല ഭാഷയിൽ പറയാൻ കഴിവുള്ള എഴുത്തുകാർ, സാധാരണക്കാരെ പോലെ അല്ല എഴുത്തുകാർ, അവർക്ക് സരസ്വതിയുടെ വരദാനം കിട്ടിയിട്ടുള്ളവരാണ്. എന്നിട്ടും കൂടി അവർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ വോ അപരാധ് മാനാ ജായേഗ. ഈ ഒരു മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്. സന്ദേശ് एकदम व्यक्त है कि लेखकों पर भी कुछ जिम्मेदारियां हैं. മെസ്സേജ് വളരെ ക്ലിയറാണ്. ലേഖകവും പർ ഭി കുച്ച് ജിമ്മേദാരിയാ ഹൈ. എഴുത്തുകാർക്കും ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. വെറുതെ ഇങ്ങനെ ഇമാജിനേഷൻ ലോകത്തിലെ കഥകൾ എഴുതുന്നത് മാത്രമല്ല എഴുത്തുകാരുടെ ജോലി. केवल देश की दुर्दशा पर दुखी होने मात्र से काम नहीं चलेगा, ആവാസ് ഉഠാന ഹോഗ. അയ്യോ രാജ്യം നശിച്ചു പോകുന്നേ, രാജ്യത്തിൽ അഴിമതിയുണ്ട്, അയ്യോ കൊള്ളരുതായ്മ നടക്കുന്നേ, ചൂഷണം ചെയ്യപ്പെടുന്നേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിലവിളിച്ചിട്ട് മാത്രം കാര്യമില്ല. അതിൻ്റെ എതിരെ ആവാസ് ഉഠാന ഹോഗ. इतिहास निर्माता वही होता है जो केवल सोचता नहीं है बल्कि सोचे हुए को कर भी दिखाता है. ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? വെറുതെ ചിന്തിച്ചിരിക്കുന്നവരല്ല, ചിന്തിച്ചതിനെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ വളരെ ആപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഭീഷ്മ को क्षमा नहीं किया गया का सारांश लिखिए. भीष्म को क्षमा नहीं किया गया हजारी प्रसाद द्विवेदी जी का निबंध है, जिसमें वे ज्ञानी एवं विद्वान भीष्म की चर्चा के द्वारा वर्तमान के उन साहित्यकारों पर प्रहार करते हैं जो समाज में हो रहे अन्यायों को देखकर भी ചുപ്പ് रहते हैं. സമൂഹത്തിൽ നടക്കുന്ന അന്യായങ്ങൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന സാഹിത്യകാരന്മാരെയാണ് കൊള്ളിച്ചാണ് ഈ ഒരു നിബന്ധ് ഹസാരി പ്രസാദ് ദ്വിവേദി ജി എഴുതിയിരിക്കുന്നത്. साहित्यकारों की जिम्मेदारी होती है कि वे निष्पक्ष भाव से अन्याय का विरोध करें. നിഷ്പക്ഷമായിട്ട് ആരുടെയും പക്ഷം പിടിക്കാതെ ഇംപാർഷ്യലായിട്ട് വേണം എഴുത്തുകാർ പ്രതികരിക്കാൻ. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത് പ്രതികരിക്കുന്ന എഴുത്തുകാരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ, പ്രതികരിക്കുന്ന എഴുത്തുകാർ വളരെ കുറവൊന്നാമത്. കാരണം എഴുത്തുകാർക്ക് ഓരോരോ സാഹിത്യ അക്കാദമിയിൽ ഓരോരോ പൊസിഷൻസ് ആഗ്രഹിക്കുന്നു, ഓരോ അവാർഡുകൾ ആഗ്രഹിക്കുന്നു. ഈ അവാർഡുകളെല്ലാം നൽകുന്നത് സർക്കാരാണ്. അപ്പം ഭരിക്കുന്ന സർക്കാരുകൾ, മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും എഴുത്തുകാരും മൗനം പാലിക്കുന്നു. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ അധപതനത്തിൻ്റെ തുടക്കമാണ് പ്രബുദ്ധരായ എഴുത്തുകാർ പോലും മൗനം പാലിക്കുന്നു. സാഹിത്യകാരോं की जिम्मेदारी होती है कि वे निष्पक्ष भाव से अन्याय का विरोध करें, लेकिन वर्तमान में जब साहित्यकार भी अवसरवादी बन जाते हैं तो समाज की उस दुर्दशा की ओर ഭീഷ്മ के द्वारा लेखक हमारा ध्यान आकर्षित करते हैं. ഇന്നത്തെ കാലത്ത് എഴുത്തുകാർ പോലും ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് ഈ ഒരു എസ്സേ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഭീഷ്മ का लेखक की चिंतन धारा में प्रवेश करने के पीछे दो कारण है. ഈ ഭീഷ്മ എന്ന കഥാപാത്രം നമ്മുടെ ഇതിഹാസത്തിൽ നിന്ന്, നമ്മുടെ പുരാണത്തിൽ നിന്ന് എന്തുകൊണ്ട് എഴുത്തുകാരൻ്റെ ചിന്തൻ ധാരയിൽ പ്രവേശിച്ചു? അതിന് രണ്ട് റീസൺ ഉണ്ട്. उनके एक काफ़ी विद्वान मित्र ने एक दिन शिकायत किया कि देश की दुर्दशा देखकर भी एक प्रतिष्ठित साहित्यकार एवं आलोचक होने पर भी वे चुप क्यों हैं. ഒരു സുഹൃത്ത്, ഒരു അറിവുള്ള സുഹൃത്ത് തന്നെയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഇത്രയും പ്രതിഷ്ഠിത് സാഹിത്യകാർ, ഇത്രയും ഫേമസ് സാഹിത്യകാരനായിട്ട് കൂടി എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു? ഉൻ മിത്ര ने यह भी कहा कि इस प्रकार लेखक का चुप रहना घोर अपराध है. എഴുത്തുകാരിങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഘോർ അപരാധമാണെന്ന് വരെ പറഞ്ഞു വെച്ചു. और भारतवर्ष उन्हें इस बात के लिए उसी तरह क्षमा नहीं करेगा जैसे उन्होंने भीष्म को क्षमा नहीं किया. ഭീഷ്മനെ ഇതുവരെ ജനങ്ങൾ ക്ഷമിച്ചിട്ടില്ല, അതുപോലെ തന്നെ എഴുത്തുകാരും കുറ്റവാളികളാണ്, അവരെയും ക്ഷമിക്കില്ല ജനങ്ങൾ. अपने मित्र के इस आरोप को सुनकर लेखक के मन में अपराध बोध जगा. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി, ഈ ഒരു കാര്യം സുഹൃത്തിൽ നിന്ന് കേട്ടപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധം ജനിച്ചു. ठीक उसी प्रकार का एक सवाल शांति निकेतन में रवींद्रनाथ टैगोर जी ने भी किया. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് തന്നെ ഭീഷ്മ വരുന്ന ഒരു എപ്പിസോഡ് തന്നെ ശാന്തി നികേതനിൽ ഗുരുദേവ്, സാക്ഷാൽ ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ ജി തന്നെ ചോദിച്ചു. गुरुदेव का सवाल यह था कि भारतवर्ष श्री कृष्ण को तो अवतार मान लेता है, लेकिन भीष्म को क्यों नहीं. അപ്പോൾ ഗുരുദേവൻ്റെ ചോദ്യം ഇതാണ്, ഈ ഭാരതവർഷം ശ്രീകൃഷ്ണനെ അവതാര പുരുഷനായിട്ട് കാണുന്നു, എങ്കിൽ ശ്രീകൃഷ്ണൻ്റെ എല്ലാ ചെയ്തികളും നല്ലതായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, അതിൽ ഒരുപാട് മായങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് കൂടി ശ്രീകൃഷ്ണനെ അവതാര പുരുഷനായിട്ട് കണക്കാക്കുന്നു, ഭീഷ്മനെ എന്തുകൊണ്ട് കണക്കാക്കുന്നില്ല? ये दो सवाल लेखक के मन में गहरे उतर गई और वे इस बात पर काफ़ी चिंतन मनन करते हैं. ഈ രണ്ട് ചോദ്യങ്ങൾ എഴുത്തുകാരൻ്റെ മനസ്സിലങ്ങ് ആഴത്തിൽ പതിഞ്ഞു. എന്നിട്ട് വേ കാഫി ചിന്തൻ മനൻ കർത്തേ ഹെ. ഹസാരി പ്രസാദ് ദ്വിവേദി അല്ലെങ്കിലും ഒരുപാട് ചിന്തൻ മനൻ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം, ഒരു അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു ചോദ്യം രണ്ടിടത്തു നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റിയില്ല. भीष्म के बारे में लेखक ने सोचना शुरू किया. कैसे देवदत्त ഭീഷ്മ ബനി. തുടക്കം മുതലേ ഭീഷ്മൻ്റെ കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. എങ്ങനെ ദേവദത്ത് എന്ന വ്യക്തി ഭീഷ്മനായി. कैसे अपने पिता की आग्रह पूर्ति के लिए वे आजीवन ब्रह्मचारी रहे और कैसे उस भीषण प्रतिज्ञा को निभाया. എങ്ങനെ അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടി, ദുരാഗ്രഹത്തിന് വേണ്ടി താൻ ബ്രഹ്മചാരിയായി, എങ്ങനെ ഉസേ നിഭായ, ആ ഒരു പ്രതിജ്ഞ ഒരിക്കലും അദ്ദേഹം മുറിച്ചില്ല. ജോ एक बहुत ही मुश्किल काम ज़रूर था.
ഒരു യുവാവിന് അങ്ങനെ വിവാഹം കഴിക്കാതിരിക്കുക. അതും അന്നത്തെ കാലത്ത് രാജകുമാരന്മാർക്ക് എത്ര വേണമെങ്കിലും രാജകുമാരികളെ വിവാഹം കഴിക്കാമായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വിവാഹം പോലും ചെയ്യില്ല എന്ന് പറഞ്ഞത് ഒരു മുഷ്കിൽ കാം ഥ. തീർച്ചയായും ഭീഷ്മക്കോ ഇതിഹാസ് കാ അഗാധ് ജ്ഞാൻ ഥ. ഹർ പ്രശ്ന കി ജഡ് തക് വേ ഇതിഹാസ് കെ സഹാരെ പहुंच जाते थे. അതുപോലെ ഭീഷ്മൻ്റെ നന്മകളൊക്കെ ഹസാരി പ്രസാദ് ദ്വിവേദി ഓർക്കുകയാണ്. ഗുണങ്ങൾ അദ്ദേഹത്തിന് വളരെ ഇതിഹാസ ബോധ അപാരമായിരുന്നു. ഹിസ്റ്ററിയെപ്പറ്റി നല്ല അറിവായിരുന്നു. ज्ञान और धर्म के सच्चे स्वरूप को पहचानने में उन्हें कमाल की सफलता मिली थी. അറിവ്, ധർമ്മം എന്തുവാണ് എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നുവെച്ചാൽ തിയറിറ്റിക്കലി കാര്യങ്ങളൊക്കെ അറിയാം. धर्म संकट में पड़े धर्मपुत्र युधिष्ठिर के हर सवाल का जवाब भीष्म के पास था. ഈ ഒരു മഹാഭാരത യുദ്ധത്തിൽ ധർമ്മപുത്രനായ യുധിഷ്ഠിറിന് ഒരുപാട് ശങ്കകളുണ്ടായിരുന്നു. കാരണം യുദ്ധം ചെയ്യുന്നത് ആചാര്യന്മാരുടെ എതിരെയാണ്. ഗുരുതുല്യരായ ഭീഷ്മനെയും ദ്രോണാചാര്യയെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. അവരുടെ മക്കളോടാണ് യുദ്ധം ചെയ്യേണ്ടത്. സഹോദരങ്ങളെയാണ് കൊന്നു വീഴ്ത്തേണ്ടത്. അപ്പോൾ കുടുംബം തന്നെയാണ് വഴക്കിടുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കാണ്. അപ്പോൾ യുധിഷ്ഠിറിന് ഒരുപാട് ധർമ്മസങ്കടങ്ങൾ മനസ്സിൽ വന്നു. അതിന് എല്ലാത്തിൻ്റെയും പരിഹാരം ഈ ഭീഷ്മ കൊടുക്കുമായിരുന്നു. യഹാ തക്കി ഉൻഹെ ഇച്ഛാ മൃത്യു കാ വരദാൻ ഭി പ്രാപ്ത. എന്തിനദ്ദേഹം പറയുന്നത്? ഇച്ഛാ മൃത്യുവിൻ്റെ വരദാനം പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. തഭി തോ आज भी श्रद्धावान लोग ഭീഷ്മാഷ്ടമി को अपनी श्रद्धा उनके प्रति निवेदित करते हैं. അതുകൊണ്ടാണ് ഇന്നും ഭീഷ്മാഷ്ടമിയിൽ ആൾക്കാർ അദ്ദേഹത്തെ വന്ദിക്കുന്നത്. ഇത്തന സബ് ഹോനെ പർ ഭി ഭീഷ്മക്കോ അവതാർ ക്യോ നഹി മാനാ ഗയ. ഇത്രയൊക്കെ ആയിട്ടും ഭീഷ്മനെ എന്തുകൊണ്ട് അവതാര പുരുഷനായിട്ട് അംഗീകരിച്ചില്ല? ഇതാണൊരു ചോദ്യം. उन्होंने कौन सा ऐसा अपराध कर डाला कि भारतवर्ष आज तक उन्हें क्षमा नहीं कर पाई. അദ്ദേഹം എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തത്? ഇത്രയൊക്കെ ആയിട്ടും, ഇത്രയും അറിവുള്ള വ്യക്തിയായിട്ടും, ഇതിഹാസത്തെപ്പറ്റി ഇത്രയും അറിഞ്ഞിട്ടും അദ്ദേഹത്തെ എന്തുകൊണ്ട് ജനങ്ങൾ ക്ഷമിച്ചില്ല? जबकि सच तो यह है कि प्राचीन काल में भीष्म जैसा धर्मज्ञ और ज्ञानी खोजना कठिन है. സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഭീഷ്മനെ പോലെ ധർമ്മബോധമുള്ളവനും ജ്ഞാനമുള്ളവനും അങ്ങനെയുള്ള ആളിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഭീഷ്മ ലേഖക് के मानस पटल में कई दिन छाए रहे. കാഫി ചിന്തൻ മനൻ കിയ ഇസ് വിഷയ पर. അങ്ങനെ ഭീഷ്മൻ്റെ നല്ല കാര്യങ്ങളും ഗുണങ്ങളും ഒക്കെ ചിന്തിച്ച് ലേഖകൻ്റെ മനസ്സിൽ ഈ ഭീഷ്മൻ അങ്ങ് നിറഞ്ഞു നിന്നു. തബ് ജാക്കർ ഭീഷ്മ കി കമിയോ പർ നസർ പടി. അപ്പോഴാണ് ഭീഷ്മൻ്റെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലായത്. एक तो ഉചിത് അവസർ പർ ഉചിത് നിർണയ വേ നഹി ലേ പാത്തേ ഥേ. ഉചിതമായ അവസരത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ, ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് ഭീഷ്മന് ഇല്ലായിരുന്നു. अपने गुरु परशुराम द्वारा समझाए जाने पर भी वे अपनी भीषण प्रतिज्ञा में अड़े रहे. ഗുരുക്കൾ എന്തിനാണ്? നന്മ പറഞ്ഞു കൊടുക്കാനാണ്. പരശുരാം ഗുരുവായിരുന്നു. ഭീഷ്മൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്തു. പക്ഷേ കേട്ടില്ല. ഫലസ്വരൂപ് അപമാനിത് കന്യ ജൽമറി. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കഥയൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അംബിക, അംബാലിക 3 രാജകുമാരിമാരെയും കിഡ്നാപ്പ് ചെയ്തും കൊണ്ടുവരുമായിരുന്നു ഭീഷ്മ സഹോദരങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിലെ ഒരു പെൺകുട്ടിക്ക് ഓൾറെഡി അഫെയർ ഉണ്ടായിരുന്നു. തിരിച്ച് അതിനെ കൊണ്ടുവിട്ടപ്പോൾ ആ രാജാവും സ്വീകരിക്കുന്നില്ല, ഭീഷ്മനും സ്വീകരിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ അത് അപമാനബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇത്തനാ ബടാ ശ്രാപ് ലഗ് ഗയാ ഭീഷ്മ പർ. ഇത്രയും വലിയൊരു പെൺകുട്ടിയുടെ ഒരു മരണത്തിന് കാരണമായി. അപ്പോൾ അതൊരു ശാപം തന്നെയാണ്. द्रौपदी का अपमान जब भरी सभा में हो रही थी तो वहाँ गुरु द्रोणाचार्य के साथ भीष्माचार्य भी मौजूद थे, लेकिन दोनों चुप रहे. कौरव സഭയിൽ ദ്രൗപദി അപമാനിക്കപ്പെട്ടപ്പോൾ ദ്രോണാചാര്യൻ്റെ കൂടെ ഒപ്പം ഭീഷ്മാചാര്യനും ഉണ്ടായിരുന്നു. ലേക്കിൻ രണ്ടും ചുപ് രഹേ. ദ്രോണാചാര്യൻ മിണ്ടാതിരുന്നതിൻ്റെ ഒരു കാരണമുണ്ട് കേട്ടോ. ദ്രോണാചാര്യൻ ഒരു വെറും പാവപ്പെട്ട ഒരു ബ്രാഹ്മണനായിരുന്നു. ഒന്നുമില്ലായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. മകന് കൊടുക്കാനുള്ള പാല് പോലും സംഘടിപ്പിക്കാനുള്ള, പക്ഷെ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള വാശിക്കാരനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ ദ്രോണാചാര്യന് ഇവിടെ ഗുരുവായിട്ട് നിൽക്കുന്നത് ദുര്യോധനൻ്റെ ഒക്കെ കനിവുകൊണ്ട് മാത്രമേ നിൽക്കാൻ പറ്റൂ. പക്ഷെ ഭീഷ്മൻ അങ്ങനെയല്ലായിരുന്നു. ഭീഷ്മന് രാജവംശത്തിൽപ്പെട്ടതായിരുന്നു. ഭീഷ്മന് തുറന്ന് പറയാമായിരുന്നു. ഭീഷ്മന് ദ്രോണാചാര്യനെ പോലെ അവസരവാദി ആവേണ്ട കാര്യം ഇല്ലായിരുന്നു. പക്ഷേ ഭീഷ്മൻ മിണ്ടാതിരുന്നു. ക്യാ ഉൻകാ ധർമ്മ നഹീ ബൻതാ ഥാ കി വേ അപ്നെ ശിഷ്യോं को समझाएं. അദ്ദേഹത്തിനൊരു ഗുരു എന്ന നിലയ്ക്ക് തൻ്റെ ശിഷ്യന്മാരെ തെറ്റ് ചെയ്യുമ്പം പറഞ്ഞു കൊടുക്കേണ്ട ഒരു ധർമ്മമില്ലായിരുന്നോ? ഉചിത് അനുചിത് കാ ഗ്യാൻ ദേ. ഉചിത് എന്തുവാ, നല്ലതെന്തോ ചീത്തയെന്തോ, തെറ്റെന്തോ ശരിയെന്തോ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കടമയില്ലായിരുന്നോ? ക്യാ ദുര്യോധൻ ഉൻകി ബാത്ത് ടാൽ ജാത്ത.
അപ്പം നല്ലത് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ദുര്യോധൻ കേട്ടേനെ, ദുര്യോധൻ ഗുരുവിനെ ധിക്കരിക്കില്ലായിരുന്നു. लेकिन नहीं, वे अवसरवादियों की तरह चुप रहे. इन्हीं कारणों से ही तो आज तक भारतवर्ष उन्हें क्षमा नहीं कर पाई. പക്ഷേ ഇല്ല, അദ്ദേഹം അവസരവാദിയെ പോലെ മിണ്ടാതിരുന്നു. ദുര്യോധൻ കാണിക്കുന്ന തോന്നുവാസത്തിനെല്ലാം മിണ്ടാതിരുന്നു. ധൃതരാഷ്ട്രനും മിണ്ടാതിരുന്നു. പുത്രവാത്സല്യം കൊണ്ട് ഇവിടെ കണ്ണ് തുറന്ന് കാണുന്ന ഗുരുക്കളും മിണ്ടാതിരുന്നു. ചുരുക്കം പറഞ്ഞാൽ എന്താ, ഉൻഹെ അവതാരോമേ നഹി ഗിൻ റഹി. അതുകൊണ്ട് തന്നെ भारतवर्ष आज भी उन्हें अवतारों में नहीं गिन रही. अन्याय के खिलाफ मौन धारण करने को ही भीष्म को माफ़ नहीं किए जाने का कारण बताया है. ഇതും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. അന്യായക്കെ ഖിലാഫ്, അന്യായം ചെയ്യുന്നത് മാത്രമല്ല കുറ്റം, അന്യായക്കെ ഖിലാഫ് മൗൻ ധാരൺ കർണ, തെറ്റ് കണ്ടിട്ട് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലും അത് കുറ്റമാണ്. അതുകൊണ്ടാണ് ഭീഷ്മക്കോ മാഫ് നഹി കിയാ ഗയ. संक्षेप में कहें तो लेखक यही संदेश देना चाहते हैं कि केवल सोचते रहने से कोई काम नहीं. ചുരുക്കം പറഞ്ഞ സന്ദേശം, ഈ ഒരു എസ്സേയുടെ മെസ്സേജ് എന്താണ്? കേവൽ സോച്ചത്തെ രഹനെ സെ കോയി കാം നഹി, വെറുതെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. സോച്ചേ ഹുവേ കോ കർ ദിഖാനെ കി കാബല്യത്ത് ഹോനി ചാഹിയെ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് പ്രവർത്തിക്കാനുള്ള കഴിവ് വേണം. കാബല്യത്ത് മീൻസ് ക്ഷമത, കഴിവ്. സാഹിത്യകാരോं की भी समाज के प्रति कुछ जिम्मेदारी होती है. अपने स्वार्थ की पूर्ति के लिए അവസരവാദിയോं की तरह चुप न रहकर ആവാസ് ഉഠാനി ചാഹിയെ. തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവസരവാദികളെ പോലെ മിണ്ടാതിരിക്കാൻ പാടില്ല, തുറന്ന് സംസാരിക്കണം. ഉചിത് അവസർ पर उचित निर्णय लेने की क्षमता होनी चाहिए लेखकों को भी. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല തീരുമാനമെടുക്കേണ്ടത്, ഹെഡ് ഓഫ് ഓർഗനൈസേഷൻസിന് മാത്രമല്ല, എഴുത്തുകാർക്കും ഉചിതമായ അവസരത്തിൽ ഉചിതമായ കാര്യങ്ങൾ ഉചിതമായ ഭാഷയിൽ തെറ്റ് ശരി എന്താണെന്നുള്ള നിഷ്പക്ഷമായി പറയാനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ആജ് ഭി വിദ്വാൻ तो बहुत हैं जो जानते तो बहुत कुछ हैं लेकिन करते कुछ नहीं. ഇന്നും ഒരുപാട് ഇതുപോലത്തെ വിദ്വാൻ മഹാന്മാരെ നമുക്ക് കാണാം. അറിവ് ഒരുപാടുണ്ട്, ഡിഗ്രികൾ ഒരുപാടുണ്ട്, പക്ഷേ എന്താ കാര്യം, അവർക്ക് പ്രതികരണശേഷി ഇല്ല. ഇതിഹാസ് നിർമ്മാത വഹി ഹോത്താ ഹെ ജോ സോച്ച്താ ഭി ഹെ ഓർ സോച്ചേ കോ കർത്താ ഭി ഹെ. ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ചിന്തിക്കുന്നവനും ചിന്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നവനാണ്. വെറുതെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ജിസ്റ്റ് മനസ്സിലായല്ലോ. ഇതങ്ങ് പഠിച്ചാൽ മതി, വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. ഒരു ടെൻഷൻ്റെയും കാര്യമില്ല, ധൈര്യമായിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. ഓക്കെ, കീപ്പ് ഇൻ ടച്ച്.